17 വർഷത്തിലേറെയായി പൂട്ടുവീണ കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി ഏറ്റെടുക്കൽ വിഷയത്തിൽ UDF സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാത്തിരിപ്പിലാണ് സമരസമിതി. 10 വർഷം അധികാരത്തിലുണ്ടായിട്ടും LDF സർക്കാർ ഏറ്റെടുക്കൽ നടപടിക്ക് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് സമരസമിതി ആരോപിക്കുന്നുണ്ട്. കാടുകയറി നശിച്ച നെയ്ത്ത് ഫാക്ടറി ഇന്ന് ലഹരി മാഫിയ സംഘങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഒളിത്താവളമാണ്. 2009 ഫെബ്രുവരി 1 കോഴിക്കോട്ടെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി അടച്ചുപൂട്ടിയതും കോംട്രസ്റ്റിന്റെ തൊഴിലാളികൾ കുടിയിറക്കപ്പെട്ടതും. നഗരത്തിന്റെ മുഖമായിരുന്ന കോംട്രസ്റ്റ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തന്നെ തകർന്നു വീണെങ്കിലും കെട്ടിടത്തിന്റെ മുഖം മാത്രം ഇപ്പോഴും ബാക്കിയുണ്ടെന്നത് മാത്രമാണ് ആശ്വാസം. എന്നാൽ നഗരത്തിന് നടുവിൽ കാട് മൂടിക്കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ ലഹരി സംഘങ്ങളുടെയും മറ്റും ഒളിത്താവളമാണ്. കോഴിക്കോട് കമ്മീഷൻ ഓഫീസിൻ്റെ 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥാപനമുള്ളത്. അവർക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കിപ്പോൾ ഇതുവരെ ഒരു അജ്ഞാത ശവോ അല്ലെ അത് അങ്ങനത്തെ ഒരു ദുരന്തം ഇതിനകത്ത് കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉണ്ടെങ്കിൽ ആരും അറിയും, പുറലോകം അറിയില്ല. അവിടെ എന്തെങ്കിലും ഒരു വിദ്യാർത്ഥികൾ വരെ ഇതിനകത്ത് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നും ഇതിനകത്ത് സംഭവിച്ചാൽ പുറലോകം അറിയില്ല. 2012 ജൂലൈ 25 ഉമ്മൻചാണ്ടി സർക്കാരാണ് ഫാക്ടറി ഏറ്റെടുക്കാൻ നിയമസഭയിൽ കോംട്രസ്റ്റ് ബിൽ അവതരിപ്പിച്ചത്. 2 വർഷത്തിനു ശേഷം 2014 ഫാക്ടറി സംരക്ഷിത സ്മാരകമാക്കി പുരാവസ്തു വകുപ്പ് വിജ്ഞാപനമിറക്കി. 2018 ഫെബ്രുവരി 1 കോംട്രസ്റ്റ് ഏറ്റെടുക്കലിന് അംഗീകാരം നൽകിക്കൊണ്ട് അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബില്ലിൽ ഒപ്പുവെച്ചു. ഈ ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനായിരുന്നു കോംട്രസ്റ്റ് കെട്ടിടത്തിന്റെയും ഭൂമിയുടെയും നടത്തിപ്പ് ചുമതല. എന്നാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിട്ടും KSIDCയുടെ ഭാഗത്തുനിന്നും തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതിനാൽ തൊഴിലാളികൾ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഒരു തരത്തിലും KSIDC ഈ വിഷയത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ ചതിക്കുകയായിരുന്നു. അതിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പങ്കുമുണ്ട്. ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരു രേഖ കൊടുത്തിട്ടില്ല. വാക്കാലെയുള്ള ശരിക്കും പറഞ്ഞാൽ തരികിട ഏർപ്പാടുകളാണ് കഴിഞ്ഞ ഇടതുപക്ഷ ജനമുന്നണി ഈ വിഷയത്തിൽ എടുക്കുന്നത്. നേരത്തെ UDF ആണ് തൊഴിലാളി സമരത്തിന് വൻ പിന്തുണ നൽകിയിരുന്നത്. UDF അധികാരത്തിലെത്തിയതോടെ കോംട്രസ്റ്റ് ഏറ്റെടുക്കലിന് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. 18 വർഷമായി കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി അടച്ചുപൂട്ടിയിട്ട് അന്നു മുതൽ തൊഴിലാളികൾ സമരത്തിലാണ്. പുതിയ സർക്കാർ വരുമ്പോൾ ഈ ഫാക്ടറി സംരക്ഷിക്കണമെന്നും ഏറ്റെടുക്കണമെന്നുമാണ് തൊഴിലാളികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.